Nakakalungkot na balita, isang Pinay OFW ang kasama sa 5 namatay matapos masunog ang isang residential building dito sa Sharjah, United Arab Emirates. Umabot naman sa 44 ang mga injured at ang 10 dyan ay mga kababayan natin Pilipino na nagpapagaling pa sa ospital. At kasama din dyan ang asawa ng namatay ng Pinay OFW na kasalukuyan ngayon nakikipaglaban para sa kanyang buhay sa ICU. Ayon sa mga balita, nangyari ang sunog nitong Huwebes, April 4, 2024 at kinumpirma din ito ng Embahada ng Pilipinas na nakabase dito sa Dubai. Nakikiramay tayo sa pamilya ng Pinay OFW na namatay. ഷാർജ എമിറേറ്റിലെ അൽനാദയിലുണ്ടായ തീപിടുത്തത്തിൽ 5 മരണം, 44 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. തീപിടുത്തത്തെ തുടർന്ന് ഒരു ഫിലിപ്പീൻ പ്രവാസി മരിച്ചതായും ഭർത്താവ് തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ദുബായിലെ ഫിലിപ്പീൻ കോൺസുലേറ്റ് ജനറൽ അറിയിച്ചു. സാരമായി പരിക്കേറ്റ 17 പേർ ചികിത്സയിലാണ്. 27 പേർ ചികിത്സയ്ക്ക് ശേഷം ഉടൻ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടുവെന്നും ഷാർജ പോലീസ് പറഞ്ഞു. 18 കുട്ടികൾ ഉൾപ്പെടെ 156 താമസക്കാർക്ക് അഭയം നൽകിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. തീപിടുത്തമുണ്ടായതിന്റെ വെപ്രാളത്തിൽ കെട്ടിടത്തിൽ നിന്നും എടുത്തുചാടി ഒരു ആഫ്രിക്കൻ സ്വദേശി മരണപ്പെട്ട വിവരം അധികൃതർ നേരത്തെ പുറത്തുവിട്ടിരുന്നു. വ്യാഴാഴ്ച രാത്രിയാണ് താമസ സമുച്ചയത്തിൽ തീപിടുത്തമുണ്ടായത്. രാത്രി 10:50ഓടെയാണ് സംഭവം. 750 അപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടെ 39 നിലകളാണ് ഈ ടവറിലുള്ളത്. 18-മതും 26-മതും നിലകളിലെ ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോർമറിലാണ് തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. സംഭവം റിപ്പോർട്ട് ചെയ്ത ഉടൻ താമസക്കാരെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കുകയും അതിവേഗമെത്തിയ രക്ഷാപ്രവർത്തകർ തീയണയ്ക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. കെട്ടിടത്തിലുണ്ടായിരുന്ന 156 വ്യത്യസ്ത രാജ്യക്കാരായ ആളുകളെ എമിറേറ്റ്സ് റെഡ് ക്രസന്റിന്റെ സഹായത്തോടെ സുരക്ഷിതമായി ഹോട്ടലിലേക്ക് മാറ്റി. വേൾഡ് വിഷൻ, ഷാർജ. Ilalagay ko sa description ng video na ito ang article ng balita para mabasa nyo rin. Mag-iingat tayo parati mga kababayan.